എല്ലാവർക്കും ഗെയിം റാപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാവുന്ന ഗെയിമിൻ്റെ പേരാണ് റിട്ടേണൽ. കഴിഞ്ഞ ഗോഡ് ഓഫ് വാറിൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഓഫ് അസ് എങ്ങാനും റിവ്യൂ ചെയ്യാമെന്നായിരുന്നു. ബട്ട് ഞാനൊന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അത് ഓൾറെഡി സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അത് റിവ്യൂ ചെയ്യുന്നതിന് വലിയ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗെയിം ചൂസ് ചെയ്തത്. ഈ ഗെയിമിനെ കുറിച്ച് എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇത് നമ്മൾ സാധാരണ കളിക്കാരുടെ പോലെ ഒരു ടിപ്പിക്കൽ ഗെയിമല്ല. അതിൻ്റെ റീസൺസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ ഗെയിം കളിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതൊരു സൈക്കോളജിക്കൽ സൈഫൈ വിത്ത് എ ട്വിസ്റ്റഡ് ഗെയിം പ്ലേ, ഈ ഒരു കാറ്റഗറിയിലാണ് ഞാൻ ഈ ഒരു ഗെയിമിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇത്രയും കാലം കളിച്ചത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഗെയിമായിരുന്നു ഇത്. കാരണം ഇതുപോലത്തെ ഒരു സ്റ്റോറിയും ഗെയിം പ്ലേ ഒന്നും ഞാൻ ഈ എടുത്ത കാലത്തൊന്നല്ല, ഇതൊരു കളിച്ച ഗെയിമിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, അതായത് ഗെയിം പ്ലേ ആയാലും സ്റ്റോറി, സൗണ്ട്, വിഷ്വൽസ് എല്ലാം അടിപൊളിയായിരുന്നു. ഈ ഒരു ഗെയിമിൻ്റെ ബ്യൂട്ടിയും അതുപോലെ ഇത്ര മികച്ചതാക്കുന്നതും ഇതിൻ്റെ ഒരു ഡിഫിക്കൽറ്റിയാണ്. പക്ഷേ എനിക്കത് കുറച്ച് ഓവറായിട്ടാണ് തോന്നിയത്. അതായത് ഗെയിമിൻ്റെ ഒരു പോരായ്മയല്ല, അത് എൻ്റെ ഒരു പോരായ്മയാണ്. കാരണം എനിക്ക് ആ ഗെയിം കളിക്കുമ്പോൾ കുറച്ച് ടഫ് ഫീൽ ചെയ്തു. കുറച്ചധികം ടഫ് ഫീൽ ചെയ്തു. സ്റ്റിൽ ഇതൊന്നും ഈ ഒരു ഗെയിമിനെ നെഗറ്റീവ് ബാധിക്കുന്ന ഒരു കാര്യമല്ല. അത് എൻ്റെ ഒരു നെഗറ്റീവാണ്. അത് എനിക്ക് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് എൻ്റെ പ്രശ്നമാണ്. എല്ലാവർക്കും ഇത് അങ്ങനെ തന്നെ ആവണം എന്നുമില്ല. ഇത് കൂടാതെ ഇതിനൊരു സ്റ്റോറി ലൈനൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അധികം വൈകാണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. My only hope is to break the cycle. Before the cycle breaks me. നോർമലി ഞാനൊരു ഗെയിം റിവ്യൂവിൻ്റെ ഒക്കെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ വെച്ചിട്ട് അത് വോർത്താണോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷേ ഈ ഒരു ഗെയിം ഞാൻ ആ ഒരു സെഗ്മെൻറ്റ് ചെയ്യുന്നില്ല. അതിനു പകരം എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ഗെയിം ആർക്കൊക്കെ വർക്കാവും ആർക്കൊക്കെ വർക്കാവില്ല എന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ദാറ്റ്, ഈ ഗെയിം ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു ചോദിച്ചാൽ, നിങ്ങളൊരു ഹാർഡ് കോർ ഗെയിമറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഗെയിമുകളെല്ലാം ഇഷ്ടമാണ്, അതുപോലെ ഗെയിമിംഗ് സ്ട്രീമേഴ്സ്, ഇവരെല്ലാം എന്തായാലും ഈ ഒരു ഗെയിം ചെക്കൗട്ട് ചെയ്യണം. ഇനി ഈ ഗെയിം വർക്ക് ആവാത്തത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു കാഷ്വൽ ഗെയിമേഴ്സാണ്, അതായത് നിങ്ങളൊരു റിലാക്സ് ആവാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഗെയിം കളിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ടഫ് ലെവൽസൊന്നും ഇഷ്ടമില്ല, അങ്ങനെയുള്ളവർക്ക് ഈ ഗെയിം ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ എല്ലാത്തിൻ്റെ റീസൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം അതിൻ്റെ ഒരു സ്റ്റോറിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മൾ കണ്ടു പറഞ്ഞൊരു സാധാ നോർമൽ സൈഫൈ അല്ലെങ്കിൽ ഒരു ഏലിയൻ അതുപോലത്തെ ഒരു സ്റ്റോറി അല്ല. ഇത് നിങ്ങൾ ഫുള്ളായിട്ട് കളിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സ്റ്റോറിയുടെ ഡെപ്തും, അതുപോലെ അവരതിൽ ഓരോ ഭാഗത്ത് അവർ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും. അത് കൂടാണ്ട് ഇതെല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അവസാനമൊക്കെ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ ലെവലായിട്ട് തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കഥ എന്താ, സ്റ്റോറി എന്താണെന്ന് ഞാൻ പോകുന്നില്ല. കാരണം അതെല്ലാം നിങ്ങൾക്ക് സ്പോയിലറായിട്ട് മാറും. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വേറെ സെപ്പറേറ്റ് ഇതിൻ്റെ ഒരു സ്റ്റോറി എക്സ്പ്ലനേഷൻ പോലെ ചെയ്യാം. അങ്ങനെ വേണ്ടവർ ഇതിനെ താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, മെയിൻ ക്യാരക്ടർ തൻ്റെ എയർക്രാഫ്റ്റ് പൊട്ടിത്തെറിച്ചിട്ട് ഒരു ഏലിയൻ ലാൻഡിൽ പെട്ടുപോവുകയും അവിടുന്ന് സർവൈവ് ചെയ്യുന്നതുമാണ് സ്റ്റോറി. ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിങ്ങനെ കളിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ ഇത് കളിച്ച് കഴിയുമ്പോൾ അത് നേരെ ഒരു തല തിരിയാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സംഭവത്തിലേക്കാണ് എത്തുക. ഇതൊന്നും കൂടാണ്ട് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ കാണുന്ന കാര്യങ്ങൾ, അതുപോലെ കേൾക്കുന്ന സംഭവങ്ങൾ, ഇതിനെല്ലാം ഡീപ്പായിട്ട് മീനിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ വേണ്ടി വരും, അതെല്ലാം കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ. അതുകൂടാണ്ട് ഇത് കളിച്ച് കഴിയുമ്പോഴാണ് നമുക്കതെല്ലാം കൂടി കണക്റ്റ് ആവുക. ഇതിലെ ക്യാരക്ടേഴ്സ്, ഒബ്ജക്ട്സ്, അവരുടെ പേര്, ഇത് കൂടാണ്ട് അവർ തമ്മിലുള്ള റിലേഷൻ, ഇതെല്ലാം ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീക്ക് മിത്തോളജിയിൽ നിന്നാണ്. സോ ഗ്രീക്ക് മിത്തോളജിയൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ സ്റ്റോറി ഒന്നും കൂടി പെട്ടെന്ന് മനസ്സിലാവും. ഒരു കിഡിലൻ സൈഫൈ സിനിമയ്ക്ക് വേണ്ട സ്റ്റോറി തന്നെ ഉണ്ട് ഈ ഒരു ഗെയിമിൽ. അപ്പോൾ സ്റ്റോറിനെ കുറിച്ചിട്ട് നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇവിടെ നിർത്താം. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ വിഷ്വൽസ് ആൻഡ് ഓഡിയോ ഭാഗം നോക്കാം. ഇതിൽ ചില ഡയലോഗൊക്കെ ഉണ്ട്. അത് പറയുമ്പോൾ തന്നെ അതിലുള്ളിലുള്ള ഒരു ഇമോഷനൊക്കെ നമുക്ക് കൃത്യക്ക് മനസ്സിലാവും. പിന്നെ ഓരോ സ്ഥലത്ത് കൊടുത്തിരിക്കുന്ന BGM, സൗണ്ട് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഈ കറക്റ്റ് ഈ ഗെയിമിന് എന്ത് വേണം അത് അവർ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽസ്, എല്ലാ സ്ഥലത്തൊക്കെ ഈ വിഷ്വൽസ് കൊണ്ടുള്ള അഴിഞ്ഞാട്ടാണ്. അതായത് അറ്റാക്ക് എല്ലാം ഇവർ സൂചിപ്പിക്കുന്നത് ഈ വിഷ്വൽസ് വെച്ചിട്ടാണ്. ഓരോ അറ്റാക്കും ഡിഫറൻസും, ഓരോ അറ്റാക്ക് എന്താണെന്ന് വരെ സൂചിപ്പിക്കുന്നത് ഈ ഒരു നമ്മുടെ ഈ കളറൊക്കെ വെച്ചിട്ടാണ്. അതെല്ലാം പക്കായിട്ട് അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒട്ടും ഒരു കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ അതൊന്നും ഫീൽ ചെയ്യാണ്ട് നല്ല രീതിയിൽ അവരെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ബോസ് ഫൈറ്റ് മുതൽ നമ്മുടെ ലോ ലെവൽ എനിമീസ് വരെ എന്ത് രസമായിട്ടാണ് അവരെടുത്ത് വെച്ചേക്കണം. ഓരോ ക്യാരക്ടേഴ്സും, അതായത് ഓരോ എനിമി ക്യാരക്ടേഴ്സും അവരെ ഡിഫറെൻറ്റ് ചെയ്തേക്കുന്നതൊക്കെ എന്ത് രസമായിട്ട് അവർ ചെയ്തേക്കണത്. ശരിക്കും ഒരു ഏലിയൻ സൈഫൈ മൂവി കാണുന്ന പോലത്തെ ഒരു ഗ്രാഫിക്സും വിഷ്വൽസും അതേപോലെ ഇതിൽ കറക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്.
അവിടുന്ന് അങ്ങോട്ട് ഇതിന് ഗെയിം പ്ലേയിലോട്ട് വരുമ്പോൾ ഇതിനൊരു എൻ്റെയർ സ്റ്റോറി നമ്മൾ മൊത്തം കളിക്കുമ്പോൾ, അതായത് മെരിക്കാണ്ട് നോ ദ പോയിന്റ്, നമ്മൾ ചാവാണ്ട് ഇതിൻ്റെ എൻ്റെയർ സ്റ്റോറി കളിക്കുകയാണ്. വളരെ ചെറിയൊരു ഗെയിമാണ്. ബാക്കിയുള്ള സ്റ്റോറി ഗെയിംസിൻ്റെ ഒന്നും അത്രയും വലിപ്പവും കാര്യങ്ങളൊന്നുമില്ല. വളരെ ചെറിയൊരു ഗെയിം. ആകെ ഒരു 5 ബോസ് ഫൈറ്റ് ഉണ്ട്. ആ 5 ബോസ് ഫൈറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ കഴിഞ്ഞു, ഗെയിം അവിടെ അവസാനിച്ചു. പക്ഷേ ട്വിസ്റ്റ് വരുന്നത് അവിടെയാണ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം മരിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ വീണ്ടും ആദ്യം പുതിയ കളിക്കണം. ഇതിൽ ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞ സംഭവമില്ല. ഇത് കേട്ട് നിങ്ങൾ ഞെട്ടിയോന്ന് അറിയില്ല, ഞാൻ എന്തായാലും ഞെട്ടിയിട്ടുണ്ട് കളിയുടെ ഇടയിൽ വെച്ചിട്ട്. കാരണം ഞാൻ ഒരു ഇതും ഇല്ലാണ്ടാണ് ഈ ഗെയിം കളിക്കുന്നത്. ഞാൻ കണ്ടു, വെറുതെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നു. കളിക്കുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴാണ് ഈ ഒരു സത്യമൊക്കെ ഞാൻ മനസ്സിലാക്കണം ഈ ഗെയിമിനെ കുറിച്ചിട്ട്. ഇത് പോരാഞ്ഞിട്ട് നമ്മൾ സാധാരണ ഈ പറയുന്ന ഗെയിമുകളെ പോലെയൊക്കെ തന്നെ ഇതിൽ ഡിഫിക്കൽട്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റില്ല. ഡെഡ് ആയി കഴിഞ്ഞാൽ ലിറ്ററലി സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ കളിക്കേണ്ട. അതായത് നമ്മളൊരു 2-3 ബോസ് ഫൈറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബോസ് ഫൈറ്റിന് വീണ്ടും നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു മാപ്പിൽ നിന്നായിരിക്കും തുടങ്ങുക. നമ്മൾ ഇനീഷ്യലി നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി ആ ഒരു മാപ്പിൽ നിന്ന് തുടങ്ങും. പിന്നെ അവിടെ നിന്ന് മെല്ലെ മെല്ലെ പോയി ഫസ്റ്റ് ബോസിൻ്റെ മാപ്പ് കഴിഞ്ഞ് സെക്കൻഡ് ബോസിൻ്റെ അവിടേക്ക് എത്തി, അതുപോലെ തേർഡ് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകേണ്ടി വരും. മെയിൻ ബോസ് ആയിട്ടുള്ള എനിമീസ് അല്ലാത്ത ബാക്കി എല്ലാ എനിമീസിനെയും നമ്മൾ ഈ പോണ വഴിക്കൊക്കെ വീണ്ടും ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഇതിന് പുറമെ നമ്മൾ കിട്ടിയിട്ടുള്ള നമ്മൾ അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ വീണ്ടും റീസെറ്റ് ആവും. നമ്മൾ വീണ്ടും സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ തന്നെ കളിക്കണം. എൻ്റെയർ ആയിട്ടല്ല, ചില കുറച്ച് അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുകൂടാതെ അതിന് പുറമെ കുറേ അപ്ഗ്രേഡ് നമുക്ക് കിട്ടും. കുറേ തോക്കിൻ്റെ അപ്ഗ്രേഡ് കിട്ടും, അതുപോലെ അങ്ങനെ കുറേ ഹെൽത്ത് അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അതൊന്നും നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ റീസ്പോൺ ആകുമ്പോൾ കിട്ടില്ല. നമുക്ക് ക്യാരി ഓവർ ചെയ്യാൻ പറ്റുന്ന അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ സ്യൂട്ട് അപ്ഗ്രേഡ്. അതിൽ ഉൾപ്പെടുന്നതാണ് ഒരു ബ്ലേഡും പിന്നെ ട്രാൻസ്ലൊക്കേറ്ററൊക്കെ. അത് കൂടാണ്ട് എത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പല സാധനങ്ങളും അൺലോക്ക് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ വെപ്പൺ ട്രേഡ്സ്, വെപ്പൺ ട്രേഡ്സ് ആൻഡ് കുറച്ച് ആർട്ടിഫാക്റ്റും കൺസ്യൂമബിൾസും ഒക്കെ നമുക്ക് ക്യാരി ഓവർ ചെയ്യാൻ പറ്റും. ഇതിന് പുറമെയുള്ള നമുക്ക് കിട്ടുന്ന വെപ്പൺസ് അപ്ഗ്രേഡ്സ്, ഹെൽത്ത് അപ്ഗ്രേഡ്, അതുകൂടാണ്ട് ഈ എതറിനെ പോലെ തന്നെ മറ്റു കുറച്ച് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും നമുക്ക് ക്യാരി ഓവർ ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള ഗെയിമിലുള്ള പോലെ ഇതിൽ സൈഡ് മിഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഒരൊറ്റൊരു സ്റ്റോറി, ഒരൊറ്റൊരു മെയിൻ മിഷൻ മാത്രമേ ഇതിലുള്ളൂ. പക്ഷെ നമുക്ക് അതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ, അതായത് നമുക്ക് വേണ്ട അപ്ഗ്രേഡും കാര്യങ്ങളും അതൊക്കെ എടുക്കാൻ നമ്മൾ കുറച്ചും കൂടി വേറെ രീതിയിലൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും. ബട്ട് സ്റ്റിൽ വേറെ മിഷൻസും കാര്യങ്ങളൊന്നുമില്ല. മെയിൻ മിഷൻ ഒരൊറ്റൊരു സ്റ്റോറി മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് കോമ്പാറ്റ് എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ എനിക്കിതിൽ കുറച്ചും കൂടിയും എന്തെങ്കിലും സ്കിൽസ് അപ്ഗ്രേഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി വെറൈറ്റി സ്കിൽസൊക്കെ ഇതിൽ കൊടുക്കായിരുന്നു എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. ഇതിലൊരു മോശം എക്സ്പീരിയൻസ് ഒന്നുമല്ല. ഒരു സാധാ ഒരു ഹ്യൂമൻ ബീയിങ് ഒരു ഏലിയൻ പ്ലാനറ്റിൽ വരുമ്പോൾ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളത് കറക്റ്റായിട്ട് ഇവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കോമ്പാക്റ്റും കറക്റ്റ് ഇവർ തന്നിട്ടുണ്ട്. ഈ ഗെയിം ഞാൻ കളിച്ചത് പ്ലേ സ്റ്റേഷനിലാണ്. അപ്പോൾ പ്ലേ സ്റ്റേഷൻ 5ൻ്റെ കൺട്രോളർ ഈ ഒരു ഗെയിമായിട്ട് നല്ല രീതിയിൽ സിങ്ക് ആയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഓരോ തോക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഡിഫറൻസ് നമുക്ക് അറിയാം. അതുപോലെ തന്നെ ആ തോക്കിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ജോയ്സ്റ്റിക്ക് ഇങ്ങനെ അതിനനുസരിച്ചിട്ട് തന്നെ റിയാക്ട് ചെയ്യും. ഓൾറെഡി പ്ലേ സ്റ്റേഷൻ 5ൽ ഗെയിം കളിക്കുന്നവർക്ക് അറിയാം ആ ഒരു ജോയ്സ്റ്റിക്കിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ജോയ്സ്റ്റിക്കൊക്കെ ഉള്ളവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ എനിക്കിതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ചില അപ്ഗ്രേഡ്സ് ആണ്. അതായത് നമ്മൾ ചില സമയത്ത് പാരസൈറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കിട്ടും. ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ചില സമയങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും, അതിൽ കാണിക്കും ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കിട്ടുന്നത്. എന്നാൽ ചില സമയങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു മാൾ ഫംഗ്ഷനിങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് കാണിക്കുക. അത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഈ ഒരു ഗെയിം കളിക്കാൻ പോകുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് തന്നെ നേരെ പോയിട്ട് ബോസ് ഫൈറ്റ് ചെയ്യാണ്ടിരിക്കുക. പരമാവധി കളക്റ്റബിൾ ആയിട്ടുള്ള ഐറ്റംസും അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ലാസ്റ്റ് പോയിട്ട് ബോസ് ഫൈറ്റ് നോക്കാം. കാരണം അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ബട്ട് സ്റ്റിൽ ദിസ് ഗെയിം എൻ്റർലി ഡിപ്പെൻഡ്സ് ഓൺ അവർ സ്കിൽ. കാരണം ഇപ്പോൾ നല്ലൊരു സ്കിൽഫുൾ പ്ലേയേഴ്സ് ആണെങ്കിൽ അപ്ഗ്രേഡ്സിൻ്റെ ഒരു കാര്യമില്ല, അവർക്ക് ആ സ്കില്ല് മാത്രം ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് ബോസ് ഫൈറ്റിന് പോയിട്ട് നമുക്ക് കളി ജയിക്കാൻ പറ്റും. ചാലഞ്ചിങ് ആയിട്ടുള്ള ഫൈറ്റ് ഗെയിംസും ആക്ഷൻ ഗെയിംസൊന്നും കളിക്കാത്തവർക്ക് ഈ ഗെയിമൊന്നും കളിക്കുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഗെയിം കാഷ്വൽ ഗെയിമേഴ്സിന് അത്ര വർക്കാവില്ല. പക്ഷെ നിങ്ങളുടെ ഹാർഡ് കോർ ഗെയിമറാണ്, നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഗെയിമുകൾ ഇഷ്ടമാണ്, കൂടുതൽ നേരം നിങ്ങൾ ഗെയിമിൽ ചിലവഴിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഗെയിം ചെക്കൗട്ട് ചെയ്യണം. ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഈ ഗെയിം ഓക്കെയാണ് നിങ്ങൾക്ക്, ഞാൻ ഈ പറഞ്ഞൊരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക്. സോ ഇത്രയും ആണ് ഞാൻ ഈ ഗെയിം കളിച്ചിട്ട് എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. അടുത്ത ഗെയിം മിക്കവാറും സ്റ്റാർ വാർസിൻ്റെ ഒരു ഗെയിമായിരിക്കും. അതിപ്പോൾ അതിന് കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് എത്ര പെട്ടെന്ന് തീരുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ പ്ലീസ് ഷോ യുവർ ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.